കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം? നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ലേ? പിന്നെ എന്നെ കുത്തുന്ന വീഡിയോ കൃത്യമായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്ക്. നല്ല ഒറിജിനൽ കൊലപാതകം പോലെ തന്നെയുണ്ട്. വസുന്ധര അമ്മ പെട്ട് പണ്ടാറടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വീഡിയോ ഉപയോഗിച്ച് ആന്റിയെ നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരും. എല്ലാ പ്രശ്നങ്ങൾക്കും ഇതോടെ ഒരു അറുതി വരുത്തണം ഗൗതം. ഗൗതം, വസുന്ധരാന്റെ വിളിച്ച ആളുകളാന്ന് തോന്നുന്നു. വാ, നമുക്ക് ഇവിടുന്ന് മാറാം. വാ, എഴുന്നേക്ക്. ഇവിടെയല്ലേ ബോഡി കിടക്കുന്നു പറഞ്ഞേ? എന്റെ ബോഡി എവിടെ? നോക്കിയേ, ബ്ലഡ്. കുത്തിയ കത്തിയോടെ കിടപ്പുണ്ട്. അപ്പം മേഡം പറഞ്ഞ ആ ബോഡി എവിടെ? ഇനിയിപ്പോ ചത്ത് കാണില്ലേ? അവൻ രക്ഷപ്പെട്ടു കാണോ? ഏയ്, അതിന് വഴിയൊന്നും കാണുന്നില്ല. അവൻ തീർന്നെന്നല്ലേ മേഡം പറഞ്ഞത്? ഇത്രയും രക്തം പോയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അപ്പൊ പിന്നെ ആ ബോഡി എവിടെ പോയി? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അപ്പൊ നമ്മൾ മേഡത്തിനോട് എന്തു പറയും? നമ്മൾ ഇവിടെ നിന്ന് ബോഡി എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അതിന്റെ പണം നമുക്കങ്ങ് വാങ്ങിയാൽ മതിയല്ലോ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അവനെങ്ങാനും ഇനി എവിടെയെങ്കിലും തലപൊക്കിയാൽ പ്രശ്നമാവില്ലേ? അവൻ തലപൊക്കുന്നെങ്കിൽ പൊക്കട്ടെ. പിന്നെ നമ്മള് മേഡത്തിന് പിടികൊടുക്കായിരുന്നാ പോരെ? എന്നാവാ, നമുക്ക് പോവാം. സക്സസ്. സോറി. വാ. സോഷ്യൽ മീഡിയയിലെങ്ങും ഒരു ന്യൂസും വന്നിട്ടില്ല. അല്ല, അതിനുവേണ്ടി സമയവും ആയിട്ടില്ലല്ലോ. വെറുതെ 50 ലക്ഷത്തിന്റെ പുറകെ പോയി ഇപ്പൊ കൊലപാതക കേസിലും പ്രതിയായി. അത് വല്ലവരും കൊണ്ടുപോയെങ്കിൽ പോട്ടേന്ന് വെച്ചാ മതിയായിരുന്നു. എന്ത് ചെയ്യും ഇനിയിപ്പോ? എന്നാലും എന്റെ ആളുകളുടെ കയ്യിൽ നിന്ന് എന്നെ പണം അടിച്ചുകൊണ്ട് പോയ അവൻ ആരായിരിക്കും? ഇനി വല്ല അതോ ലോകോ ആയിരിക്കുമോ? സത്യത്തിൽ 50 ലക്ഷം രൂപ പോയത് വസുന്ധര ആന്റിക്ക്. പക്ഷെ ആന്റി നേരത്തെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നിയില്ല. അതെന്തായിരിക്കും? എന്തായാലും ഈ പണം തട്ടലിന് പിന്നിൽ ഏതോ വമ്പൻ കക്ഷികളാ. അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും നടക്കില്ല. മിക്കവാറും ഈ സംഭവം ഇപ്പോൾ ഒരു ന്യൂസായി കാണും. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആന്റി ഒരു സംഭവം അറിഞ്ഞോ?
ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഉണ്ട്. എന്താ സംഭവം? ആ, ഒരുത്തന്റെ ഡെഡ് ബോഡി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയ രണ്ടുപേരെ ഹൈവേയിലിട്ട് പോലീസ് പിടിച്ചു. എന്തൊരു മണ്ടന്മാരാ! കൊന്നതാണെങ്കിൽ തന്നെ ഒരു ആംബുലൻസ് എങ്ങാനും വിളിച്ച് കൊണ്ടുപോയാ പോരായിരുന്നു. ആരെങ്കിലും കാറിന്റെ ഡിക്കിയിൽ ഡെഡ് ബോഡി എടുത്ത് വെക്കൂ. എവിടെ ആ ന്യൂസ് ഒന്ന് കാണിച്ചേ. നോക്കണ്ടി. ഓ, ബാംഗ്ലൂരിൽ നടന്ന ഈ കാര്യമൊക്കെ നീ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? ഷേടാ, അതിന് നമ്മുടെ നാട്ടിൽ നടന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദാ വെറുതെ ഓരോന്ന് എഴുന്നള്ളിച്ചോണ്ട് വന്നോളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ശിവാനി? അല്ല, ഈ തള്ള എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നത്? ഇതെന്താ, ബാംഗ്ലൂരിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലേ? ഓ, ഇപ്പൊ കാര്യം പിടികിട്ടി. ഇവർക്ക് 50 ലക്ഷം പോയതിന്റെ ടെൻഷനാ. ആരുടെങ്കിലും നെഞ്ചത്ത് കയറിയാലല്ലേ അത് തീർക്കാൻ പറ്റൂ. പാവം. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? എന്തിനാ എന്നെ വിളിക്കുന്നേ? മാഡം വലിയ ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി മാഡം? നീ എന്നോട് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു തൊലയ്ക്ക് നീ. മാഡത്തിന്റെ മൂഡ് തീരെ ശരിയല്ലാന്ന് തോന്നുന്നു. എന്തു പറ്റി മാഡം? വല്ല കുരുക്കിലും ചെന്ന് പെട്ടോ? ഹാ, എന്താ മാഡം, എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കിപ്പോ എന്താ വേണ്ടത് അത് പറ. ഹാ, അതാണ് ചോദ്യം. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ മാഡം എനിക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിക്കുന്നത്. ഇത്രയും കാലം എന്നെ ഒഴിവാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് വേണോന്ന് മാത്രമേ മാഡം അന്വേഷിച്ചിട്ടുള്ളൂ, ശരിയല്ലേ? നീ എന്തോ പറയാനായിട്ട് വളച്ചു കെട്ടി വരികയാണെന്ന് തോന്നുന്നല്ലോ. മാഡത്തിന് എന്നെ അറിയാലോ, വളച്ചു കിട്ടുന്നതൊന്നും എനിക്കത്ര വശമുള്ള കാര്യമല്ല. ഒന്നുകിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ പറയുക. രണ്ടിലൊന്നേ എനിക്കറിയുള്ളൂ. ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മാഡം ഗൗതമിന് 2 കോടി ഓഫർ ചെയ്തു. ശിവാനിയാണെങ്കിൽ ബുദ്ധി ഉപദേശിച്ചും പണം കൊടുത്തും തലയിൽ ചുമന്നോട് നടന്നു. കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. എല്ലാത്തിനും കൂടി എന്തുമാത്രം പണമാ മാഡം ചെലവാക്കി കളഞ്ഞത്. മാഡം അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയാണെന്ന് കരുതിയതുകൊണ്ടാ ഈ കാലം അത്രയും ഞാൻ തുറന്നു ചോദിക്കാതിരുന്നത്. ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാഡം സ്വാധീനിക്കേണ്ടിയിരുന്നത് എന്നെയല്ലേ മാഡം?